ശരിയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസിന് ഈ 2002 പറ്റിയൊരു വീഴ്ചയും ഈ കേസ് നീണ്ടുപോകാൻ കാരണമായില്ലേ? ഇപ്പോൾ ആന്റണി രാജു പറയുന്നത് 2005 എന്നിട്ടൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് TP സെൻകുമാറിനെ കൊണ്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിടിപ്പിച്ചു എന്നൊക്കെയാണ്. അത് തന്നെ രാഷ്ട്രീയമായി തകർക്കുവാൻ ചെയ്ത പണിയാണെന്നൊക്കെയാണ്. പക്ഷെ അതിനു മുൻപ് 2002 ആ റിപ്പോർട്ട് അത് ഈ രീതിയിലായിപ്പോയതല്ലേ ഇത്രയും നാളത്തേക്ക് ഈ കേസ് നീണ്ടുപോകുവാനുള്ള തുടക്കത്തിലെ കാരണമായി മാറിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. നമുക്കൊരു കേസ് അത് സ്വാധീനവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ഈ കേസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു. 36 വർഷത്തെ പ്രയത്നഫലമായ ഇപ്പോൾ ഒരു ശിക്ഷ കിട്ടിയത്. നമുക്ക് നീതി നടപ്പാക്കാനായിട്ട് വലിയ മീനുകളെ നമുക്ക് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എങ്കിലും കൃത്യമായി ഇത്രയും വർഷം കഴിഞ്ഞപ്പം നീതി നടപ്പാക്കി എന്ന് തന്നെ പറയണം. ഇതിനകത്ത് എന്ത് വാദഗതികൾ പറഞ്ഞാലും ശരി, ആ വിദേശ പൗരൻ്റെ ജഡ്ജി അത് 4 മാസം ഈ വക്കീലിൻ്റെ കയ്യിലിരുന്നു എന്നാണ് കോടതി രേഖ പറയുന്നത്. അതിനുശേഷമാണ് തിരിച്ചു കൊടുത്തത്. അതിനുശേഷം അത് റീസ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കി കൊടുത്തു. ഹൈക്കോടതിയിൽ ഈ കേസ് അന്ന് തന്നെ ഹൈക്കോടതിക്ക് തോന്നി ഈ ഒറിജിനൽ മഹസറിലെ തൊണ്ടി അല്ലല്ലോ ഇപ്പം കോടതി ഇരിക്കുന്നത്. അവിടെ മുതൽ ഈ കേസിൻ്റെ സംശയം കോടതിക്ക് മനസ്സിലായി തുടങ്ങി. എന്തായാലും 8 വർഷത്തോളം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ 8 വർഷവും. അങ്ങനെ നിയമം നമുക്ക് സ്വാധീനമുള്ളവരും അധികാരമുള്ളവരെയും നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു ടിപ്പിക്കൽ കേസാണ്. നമുക്ക് തൊണ്ടി സാധനം കൈകാര്യം ഇതുപോലെ മാറ്റിയത് അതിനകത്ത് നമ്മുടെ ദിലീപ് കേസിനകത്ത് കണ്ടല്ലോ, 3 കോടതിയിൽ അവിടുന്ന് തൊണ്ടി സാധനത്തിന് ടാമ്പറിങ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ ആരോ പരിശോധിച്ചിരിക്കുന്നത്. അതിനൊരു നടപടി ഇന്നുവരെ ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകണം. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ കേസ്. കോടതി ഇരുന്ന തൊണ്ടി മുതലിലെ രൂപമാറ്റം വരുത്തിയിട്ട് ആ കേസ് വിടിയിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ശരി, അതിനകത്ത് ജയമോഹൻ എന്ന് പറഞ്ഞ ആ SP അദ്ദേഹമാണ് അത് അവസാനം ചാർജ് കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ സെൻകുമാർ സാറും ഇവർ രണ്ടുപേരും കൃത്യമായി ഈ കേസിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ് നീതി. അനിൽ രാജു നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. പക്ഷേ ഈ നിയമത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ആരായാലും ശരി ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ്. ഇപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട്ടിൽ ഇത്രയും വർഷം ശേഷം ഇന്ന് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞപ്പം 3 വർഷത്തെ തടവ് ആണ്. പക്ഷേ അതിനകത്ത് ഒരു നിയമപ്രശ്നമുണ്ട്. ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് 10 വർഷം 409 എന്ന വകുപ്പിൻ്റെ 10 വർഷം വരെയുള്ള ശിക്ഷ കൊടുക്കേണ്ട കോടതിയാണത്. പക്ഷേ ആ കോടതിക്ക് അധികാരമില്ല. 3 വർഷം വരെ അവിടെ കോടതിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്തൊരു പ്രൊവിഷൻ ഇപ്പം 325 CRPC പറയുന്നുണ്ട്. കാരണം ഹയർ ശിക്ഷ കൊടുക്കേണ്ടി വന്നാൽ ആ കോടതിക്ക് അധികാരമില്ലെങ്കിൽ അതിൻ്റെ മേലിലെ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൊസീഡിങ്സ് ആയിട്ട് ഇത് കൊടുത്തിട്ട് ആ കോടതിയാണ് ഹയർ ശിക്ഷ വിധിക്കേണ്ടത്. അതേസമയത്ത് ആ കോടതിക്ക് ആ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും റീ എക്സാമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനും 325 CRPC പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോവർ കോടതിയിൽ ഇതിനകത്ത് ശിക്ഷ 10 വർഷം വരെ ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ കോടതി 3 വർഷത്തെ ശിക്ഷ മാത്രം കൊടുത്തിട്ട് അതിനൊരു പ്രൊസീഡിങ്സ് ആയിട്ട് അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹയർ ശിക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടാവും, അല്ലെ കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിയമപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് ഡിഫെൻഡ് ചെയ്ത് ഇത്രയും നാൾ കൊണ്ടുപോയെങ്കിലും അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ കൃത്യമായ ശിക്ഷാവിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അനിൽ ഇമ്മാനുവലിൻ്റെയും അതുപോലെ സെൻകുമാർ സാറിനെയും ജയമോഹനെയും SP ജയമോഹനെയൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നീതി നടപ്പാക്കുന്നത് എത്ര താമസം. ഞാൻ ഇത് പറയാൻ കാരണം 22 വർഷം പഴക്കമുള്ള ഒരു കേസ് ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുപോലെ തന്നെ കാണിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ലെറ്റർ അയച്ചിട്ട് ഞാൻ ക്രൈംബ്രാഞ്ചിലെ SITയുടെ DYSP ആയിരിക്കുന്ന സമയത്ത് എനിക്ക് DGP മാർക്ക് ചെയ്ത് ചെന്ന് അതിനകത്ത് കോടതിയിലുണ്ടായിരുന്ന ആ റെക്കോർഡ് ചീറ്റിങ്ങും ഫ്രോഡും ഒക്കെ കാണിച്ചതിൻ്റെ പല റെക്കോർഡുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കോടതി സ്റ്റാഫ് മുഖേന. പക്ഷേ ഒരു കൗണ്ട് മാത്രം കൃത്യമായിട്ട് ആ കോടതിയിലുണ്ടായിരുന്നു. കോടതിയിൽ പോയി ഞാൻ ആ മജിസ്ട്രേറ്റിനെ കണ്ട് ആ റെക്കോർഡ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ അത് പരിശോധിച്ച ശേഷം ഒരു കൗണ്ട് മാത്രം ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കേസിനകത്ത് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പം കോടതിയിലെ പല സ്ഥലത്തും ഇതുപോലെ സ്വാധീനമുള്ളവർക്ക് തീർച്ചയായിട്ടും മാനിപ്പുലേഷൻ നടത്താൻ കഴിയും എന്നാണ് അതിന് ഞാൻ